ഏതൊരു കാരണവശാലും കുറഞ്ഞ പ്ലൈവുഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക. ഈ തടീനും പ്ലൈവുഡിൻ്റെ കാലം കഴിഞ്ഞ് ഇനി അത് മാറ്റി പിടിക്കേണ്ട കാലമായി. ഇതിന് മാറ്റി പിടിക്കുക. നമ്മുടെ മൊത്തം ചെയ്തെടുത്ത് ഇത് ചെയ്തിട്ട് 5 വർഷമായുള്ളൂ. നമ്മളെ ക്ലൈൻറ്റ് പറയുന്നുണ്ട് 5 വർഷമായിട്ടുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഇത്രയും കംപ്ലൈൻ്റെല്ലാം വന്നു. മൊത്തം ചെതിലെടുത്ത് അതിൻ്റെ ബാസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം ഇളകിയാണ്. അതിൻ്റെ അടിയിൽ മൊത്തം ചെതിലെടുത്തിരിക്കുകയാണ്. ഇത് വിളിച്ച സമയത്ത് പഴുതാര, ചിദംബരം, പാറ്റ, പല്ലി, ചെറിയ എറമ്പ്, ഉറുമ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഈ പറക്കുന്ന ഉറുമ്പ്. ഇനി ഇതിനകത്ത് വല്ല പാമ്പ് വല്ലതും ഉണ്ടാവുമെന്ന് സംശയിച്ച് നമ്മൾ ഈ ക്ലൈൻറ്റ് പറഞ്ഞ് അത് മൊത്തം പൊളിച്ച് മാറ്റി ഈ അലുമിനിയം ചെയ്യാൻ പറഞ്ഞു. നമ്മളത് മൊത്തം പൊളിച്ചുകൊണ്ടിരിക്കണം. മൊത്തം പൊളിച്ച് മാറ്റി ആണ്ട മൊത്തം ചെതിരെടുത്ത് അടയ്ക്കാൻ. അങ്ങനെയത് മൊത്തം നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് ഈ അലുമിനിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലൈഫ് ഉണ്ടാകും. അത് അലുമിനിയം അല്ല. അലുമിനിയം ആകുമ്പോൾ ഒരു കാരണവശാലും തുരുമ്പെടുക്കില്ല, വേറെ ചെയ്തിലെടുക്കില്ല, വെള്ളം വീണാലും കുഴപ്പമില്ല. അങ്ങനെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ബാക്കി നമ്മൾ കവേർഡ് ചെയ്തിട്ടുള്ളത്. ചെയ്ത് കാണിച്ചില്ല, ഇനി വരും, വീഡിയോ വരും. നമ്മൾ അലുമിനിയം ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഇട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ബാക്കിൽ ഷീറ്റ്, ഫോം ഷീറ്റ്, അതായത് PVC ഷീറ്റ് ബാക്കിൽ ഒരു കവർ ചെയ്തിട്ടാണ് നമ്മൾ താഴെ ബേസ് PVC ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ലാബ് ഇട്ട് ഡോറായാലും അലുമിനിയം ഫ്രെയിമും പിന്നെ ഷീറ്റ് വന്നിട്ട് PVC ലാമിനേഷൻ ബോർഡ് എന്ന് പറയും. അത് PVC ആയതുകൊണ്ട് ഒരു കാരണവശാലും അതിന് വെള്ളത്തിട്ടിരുന്നാൽ പോലും അത് ചത്തുപോകില്ല. അതാ ഫുൾ ഫൈനൽ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ മൊത്തം 10 ബാസ്ക്കറ്റ് നമ്മൾ ചെയ്തിട്ട്, ഒരു പുള്ളോട്ടും ഒരു ഓയിൽ പുള്ളോട്ടും പിന്നെ അല്ലാതെ ഉള്ള പാത്രം വയ്ക്കേണ്ടതും കട്ട്ലേറി യൂണിറ്റായാലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊളിച്ച സമയത്ത് ഒരു 4 ബാസ്ക്കറ്റ് അവിടെ സ്റ്റീൽ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് പോയിട്ട് നമ്മൾ അഡീഷണൽ ഒരു 6 ബാസ്ക്കറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അലുമിനിയം തന്നെ ഫ്രെയിം അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഹാൻഡിലൊക്കെ നമ്മൾ ബാർ ഹാൻഡിലാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് പൊളിച്ചെടുത്ത സ്റ്റീൽ ബാസ്ക്കറ്റ്. അത് ബാസ്ക്കറ്റ് വേറെ കംപ്ലൈൻറ്റ് ഇല്ല, സ്റ്റീലായതുകൊണ്ട് കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ അത് തന്നെ നമ്മൾ 4 ബാസ്ക്കറ്റ് അത് തന്നെ വെച്ച് കൊടുത്ത്. അതുകൊണ്ട് എല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന അവിടെ മൊത്തം ഹെവിയാണ്. ഹെവിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡോറിൻ്റെ ഫ്രെയിം ആയാലും 1.25 സ്ക്വയർ ആയാലും എല്ലാം ഹെവിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.